വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. പുറത്ത് നല്ല മഴ നടക്കുകയാണ്. ഇത് വെളുപ്പാങ്കാലം ഒരു 4:30 മണി സമയമാണ് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല അടിപൊളിയായിട്ട് മഴ നടക്കുകയാണ്. നമുക്കിന്നൊരു വർക്കുണ്ട്, എനിക്കിന്ന് എനിക്കുമാണ്. അപ്പോൾ വീടിന് അടുത്തായിട്ടും കുറച്ചൊന്ന് ദൂരെ ആയിട്ടാണ് വർക്കുള്ളത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ രാവിലെ മഴ സമയത്ത് എണീക്കുകയും വർക്കിന് പോവുകയും. ചെളി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളെ കഞ്ഞൂടി ഇതാണല്ലോ, അതുകൊണ്ട് രാവിലെ എണീറ്റു. മഴയാണെങ്കിലും വർക്കിന് പോകണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുറത്ത് നല്ല മഴ നടക്കുകയാണ്. ഒരു 4:45 കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കൂട്ടിയിലല്ല പോകാനുള്ളത്, കാറിലാണ്. അതുകൊണ്ടൊരു ഭാഗ്യം. സ്കൂട്ടിയിലായിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ കട്ട സീനായി പോയേനെ. അങ്ങനെ ധന്യയെ വിളിച്ചു. ധന്യ ഓൺ ദ വേ ആണ്. ധന്യ ഹസ്ബൻഡും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കാലിന് നല്ല രീതിയിൽ പണി കിട്ടിയിരിക്കുകയായിരുന്നു. അത് പുറത്തു. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആയി. പക്ഷേ ഈ വർക്കിന് പോയ സമയത്ത് കാലിൽ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ പെയിൻ കില്ലറൊക്കെ കഴിച്ചാണ് ഒന്ന് നിൽക്കുന്നത് കേട്ടോ. ഒക്കെ തലേദിവസമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. ഞാനിത് എൻ്റെ ഷോപ്പിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ വീടിന് നടന്നു കയറി വരാവുന്ന ദൂരം. അപ്പം ഷോപ്പിൻ്റെ താഴെയായിട്ട് വണ്ടി നിർത്തി മേക്കപ്പ് ബാഗൊക്കെ പുറത്തെടുത്ത് വെച്ച് ധന്യയെ കാത്തു നിൽക്കുകയാണ്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് വലിയ മഴ ഇല്ലായിരുന്നു. പക്ഷേ സ്കൂട്ടിയിൽ വരുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ ചില്ലയിൽ എൻ്റെ ഹെൽമെറ്റ് കയറിക്കൊണ്ട് അത്രയും വെള്ളം കൂടെ എൻ്റെ പുറത്തൂടെ വീണായിരുന്നു കേട്ടോ. അങ്ങനെ മഴയില്ലെങ്കിലും ഞാൻ മഴ നനഞ്ഞു എന്ന് വേണം പറയാൻ. അങ്ങനെ ഞാനും ധന്യയും കൂടി വർക്കുള്ള വീട്ടിലോട്ട് വന്നു. അവളെ കാറിൽ വന്നപ്പോൾ ഞാൻ കാറിൽ കയറി ഇങ്ങ് പോന്നു കേട്ടോ. അങ്ങനെ വർക്കുള്ള സ്ഥലത്തെത്തി. ഈ ചേച്ചിയാണ് നമുക്കിന്ന് റെഡിയാക്കാനുള്ളത്. ചേച്ചിയെ നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ടോർച്ച് അടിച്ചാണ് ഈ ചേച്ചി റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. പാവം ചേച്ചിക്ക് 8 മണിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ 5 മണിക്ക് തന്നെ എത്തി. ചേച്ചി ഒരു 6 മണിയായപ്പോഴത്തേക്ക് മേക്കപ്പ് ചെയ്തു. സാരി, ഹെയർ, ഫേസ് എല്ലാം ലൈറ്റായിട്ടേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ചെന്ന് കയറിയ സമയത്ത് അവിടെ ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇവിടെ ലൈറ്റ് ഇല്ലല്ലോ എങ്ങനെ മേക്കപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിൽ വീഡിയോ എടുക്കാൻ നേരത്ത് നല്ല ലൈറ്റ് ഉണ്ട്, ഞാൻ എല്ലാ സ്വിച്ച് ഓൺ ആക്കാത്തതുകൊണ്ടാണെന്ന് പറയും. പക്ഷേ സ്വിച്ച് ഓൺ ആക്കിയപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. യഥാർത്ഥത്തിൽ ചേച്ചിയുടെ ബെഡ്റൂമിൽ മാത്രമേ ലൈറ്റ് ഇല്ലാതിരുന്നുള്ളൂ കേട്ടോ. അവിടുത്തെ 1-2 ലൈറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. ബാക്കി വെളിയിലൊക്കെ നല്ല അടിപൊളി ലൈറ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ അങ്ങ് ദൂരെ ഒരു സാധനം കാണുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനത്തിനെ കാണുന്നത് കേട്ടോ. പന്നിയാണ്. അപ്പോൾ ഈ പന്നി ഇറങ്ങും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും പന്നി ഇറങ്ങി കിഴങ്ങും അതും ഇതും ഒക്കെ നാശമാക്കുന്നത്. കാണുന്നുണ്ടോ പന്നി പോണെന്നാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഇറങ്ങിയ സമയത്ത് കണ്ണണ്ണനാണ് നമ്മളെ വിളിച്ച് കാണിച്ചു തരുന്നത്. അതിലൂടെ പന്നി പോകണമെന്ന് പറഞ്ഞ്. ധന്യയും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ അവിടെ അധികം നേരം നിൽക്കാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല. കാരണം നേരെ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. അത് ശാസ്തമംഗലം കഴിഞ്ഞ് കുറച്ച് ദൂരെയാണ്. ഇവിടെ നിന്ന് ഒരു 45-50 മിനിറ്റോളം യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നീതു ചേച്ചിയുടെ വീട്, അതായത് നേരത്തെ വർക്ക് കഴിഞ്ഞ ഇടത്തുനിന്ന് ഒരു 6 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി. ഇവിടെ ഒരു 6:45 കഴിഞ്ഞപ്പോൾ നമ്മൾ കറക്റ്റ് എത്തി കേട്ടോ. ഞാൻ വിചാരിച്ച ടൈമിൽ തന്നെ എത്തി. കാരണം ഞാൻ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ലൊക്കേഷൻ അയച്ചു തന്ന സമയത്തെ. അങ്ങനെ ടൈം കാൽക്കുലേറ്റ് ചെയ്താണ് ഓരോരുത്തർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. അങ്ങനെ അവരെ വീണ്ടും കുറച്ചടുത്തെത്തി കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന്. രാവിലെ ചായയൊന്നും ഇടാൻ പറ്റിയില്ല. എണീറ്റപ്പോൾ ഇത്തിരി ടൈമിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുള്ളതുകൊണ്ട് അടുക്കളയിലൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ ചായ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഞാനാണ് ഫസ്റ്റ് ഇറങ്ങിയത് കേട്ടോ. കാരണം കടയിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചു ഇവിടെ ചായ ഉണ്ടോയെന്ന്. കാരണം ഇത് ബൂസ്റ്റർ ചായയുടെ ഒരു എന്താ പറയുക, ഒരു മോഡലായിരുന്നു ആ കട. അപ്പോൾ എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ ബൂസ്റ്റർ ചായയെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇറങ്ങി ഇവിടെ ബൂസ്റ്റർ ചായയാണോ സാധാ ചായയാണോ ഉള്ളത്. ബൂസ്റ്റർ ചായ ആണെങ്കിൽ ആർക്കും താല്പര്യമില്ല. നമ്മളിപ്പം പാങ്ങോട് ആ ഒരു ലൊക്കേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു എന്ന് കണ്ടാൽ തന്നെ അറിയാം. രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കാണും. പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ഓരോ വർക്കുകളും തുടങ്ങുന്നതാണ് എനിക്ക് ഒരു എനർജറ്റിക്ക് കിട്ടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് വാടിക്കുഴങ്ങിയൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരു ചായ കിട്ടിയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. രാവിലത്തെ വർക്കിന് വലിയ ക്ഷീണമൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊരു ചായ കുടിച്ചിട്ട് സെക്കൻഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇതാവും. പിന്നെ ധന്യയ്ക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കട്ടൻ മതിയെന്ന്. ഞാൻ ചായയുടെ ആളാണല്ലോ, പാൽ ചായയുടെ ആൾ തന്നെയാണ്. എനിക്ക് രാവിലെ വെറും വയറ്റിൽ കട്ടൻ കുടിക്കുമ്പോഴത്തേക്ക് ഛർദ്ദിക്കാനായിട്ട് തോന്നും. പിന്നെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിലെത്തി. അവിടെ എത്തിയിട്ട് നമുക്കൊന്ന് കറക്കം വേണ്ടി വന്നു കേട്ടോ. കാരണം ഇതൊക്കെ ഫുള്ള് വില്ല ആ ഒരു ഇതാണ്. അതായത് ഹൗസ് നമ്പർ ഇത്ര. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് നല്ലൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കസ്റ്റമറിനെ വിളിച്ചു
കസ്റ്റമർ പിന്നെ റൂട്ട് പറഞ്ഞു തന്നു. നമ്മൾ കറക്റ്റ് അവരെ വീട്ടിലെത്തി. ഇതിപ്പോൾ 2-3 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ വന്നതാണ്. അപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അവൾക്കും ഒരുപാട് വർക്ക് ഉള്ളതുകൊണ്ട് അവൾ എന്നെ ഏൽപ്പിച്ചതാണ്. അങ്ങനെ ഞാനും തന്നെ എത്തി. സാരി 2 പേർക്കും, ഒരാൾക്ക് ഹെയർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേർക്ക് സാരി ഉള്ളവർക്ക് തന്നെ ഹെയർ സ്റ്റൈലും ഫേസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സാരി പ്ലേറ്റ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ധന്യ സാരികളൊക്കെ ഉടുപ്പിക്കുന്ന ടൈം കൊണ്ട് ഞാൻ ഫേസ് മേക്കപ്പ് ചെയ്യാം എന്നൊരു പ്ലാനോട് കൂടിയാണ് കേട്ടോ വെക്കുന്നത്. ആ ഒരു യെല്ലോ കളർ സാരി പെട്ടെന്ന് ഒതുങ്ങി, പക്ഷേ റെഡ് കളർ സാരി ഇത്തിരി ഒതുങ്ങാൻ പാടായിരുന്നു. ഈ ഒരു സാരി കേട്ടോ കല്യാണ സാരി ആയിരുന്നിരിക്കണം, അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഒതുങ്ങാൻ പാട്. ചില കല്യാണ സാരികൾ ഒതുങ്ങും, പക്ഷെ ചിലത് നമ്മൾ അടിച്ചൊതുക്കേണ്ട അവസ്ഥ വരും. ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചൊതുക്കാൻ പറ്റിയെന്ന് വരില്ല. അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. ഒരാൾക്ക് സാരിയൊക്കെ ചെയ്ത് ഇരുത്തിയിട്ട് ഞാൻ ആൾക്ക് ഫേസ് ചെയ്തു. അപ്പോൾ തന്നെ അടുത്ത ആൾക്ക് സാരി ചെയ്ത സമയത്ത് ഞാൻ ഹെയർ ചെയ്തു. അങ്ങനെ മാറിയും തിരിഞ്ഞുമാണ് ചെയ്തത്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും ട്വിൻസ് ആണ് കേട്ടോ. ട്വിൻസും ആണ്. ഇവർക്ക് ഹെയർ സ്റ്റൈലൊക്കെ ഒരേപോലെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാരി പക്ഷെ ഒരേപോലെയൊന്നും അല്ല, പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ സ്റ്റൈൽ ഒരേപോലെ മതി ചേച്ചി, പിന്നെ മുടി പിരുത്തിടണം, അത്യാവശ്യം മേക്കപ്പ് ഇട്ടു എന്ന് തോന്നിക്കുന്ന രീതിയിൽ. പക്ഷെ എനിക്ക് ഇതിൻ്റെ വീഡിയോസ് ഒന്നും ഫൈനലി എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പം അവിടെ നിന്ന ഒരു കുട്ടിയെ കൊണ്ടാണ് ഞാൻ എടുപ്പിച്ചത് കേട്ടോ. ഞാൻ ട്രൈപ്പോഡും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ സമയവും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഫൈനലായിട്ടുള്ള ലുക്കൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഷോർട്സിൽ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഷോർട്സ് എടുക്കാൻ എനിക്ക് പറ്റി, പക്ഷേ ലോങ് വീഡിയോസിൽ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഒരാൾക്ക് ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു, ഹെയർ സ്റ്റൈൽ മാത്രം ഉണ്ടായിരുന്നത്, ഫേസ് മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. അവർക്കൊരു ആ കുട്ടിക്കൊരു മെസ്സി ഹെയർ സ്റ്റൈലാണ് കൊടുത്തത്, ജസ്റ്റ് കേളൊക്കെ ചെയ്ത്. പക്ഷെ നമ്മൾ കേള് ചെയ്തിട്ട് ഒരുപാട് കേൾസ് ഫ്രണ്ടിൽ കൊടുക്കുമ്പോൾ ചിലർ പറയും ഓ ഇതാണോ ഹെയർ സ്റ്റൈൽ എന്ന്. അതുകൊണ്ട് ഞാൻ അത്രയും കേൾസ് ഒന്നും കൊടുത്തിട്ടില്ല. ആ ഡ്രസ്സിന് ചേരുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഹെയർ സ്റ്റൈൽ മെസ്സി ആയിട്ടേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങി. നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്കിനി പാർലറിലോട്ട് പോകണം. അപ്പോൾ ഞാനൊരു 10 മണിക്ക് അവിടെ എത്തുമെന്നാണ് വിചാരിച്ചത് പാർലറിൽ, പക്ഷേ എത്താൻ പറ്റിയില്ല. 10-10:30 ആയി. അപ്പോൾ ഞാൻ ഓണറിനെ വിളിച്ച് പറഞ്ഞത് ഞാൻ ലേറ്റാണ്, കാരണം ഇതിനിടയ്ക്ക് ഫുഡും കൂടെ നമുക്ക് കഴിക്കണം, നല്ല വിശപ്പായി. അപ്പോൾ ഫുഡും കൂടെ കഴിച്ച് വരുമ്പോൾ ഓൾറെഡി എന്തായാലും 10:30 മണിയാവും. അങ്ങനെ ഞാൻ പിന്നെ ലേറ്റ് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് നേരെ ഷോപ്പിലോട്ടും, ഇവർ നേരെ വീട്ടിലോട്ടുമാണ് പോകുന്നത്. തന്നെ ഇന്ന് ഷോപ്പ് തുറക്കുന്നുണ്ട്, സൺഡേ ആണ്. ഇന്ന് സൺഡേ ആണ് കേട്ടോ, എന്നാലും ഷോപ്പ് തുറക്കുന്നുണ്ട്. കാരണം ഷോപ്പിൽ സൺഡേ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, കസ്റ്റമേഴ്സ് പറഞ്ഞത് ഈ ബ്യൂട്ടി പാർലറിലൊക്കെ. അതുകൊണ്ട് ഷോപ്പ് നമുക്ക് അടച്ചിടാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇപ്പം തന്നെ നല്ല രീതിയിൽ കോലം കെട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കാരണം രാവിലെ കിടന്ന് ഓട്ടോ ഇല്ലായിരുന്നു, രാവിലെ ചെയ്ത മേക്കപ്പ് ഒക്കെ പോയി. അങ്ങനെ ഫേസ് എല്ലാം നല്ല രീതിയിൽ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. പോരാതിന് കാലിനും ചെറിയ രീതിയിൽ വേദന തുടങ്ങി. ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഒരേപോലെ നിൽക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വേദന വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെയിൻ കില്ലർ കഴിച്ചിട്ട് വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പഴുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. പഴുക്കാൻ കാരണം എന്ന് പറയുന്നത് TT നമ്മളൊരു 6 മാസം കൂടുമ്പോഴെങ്കിലും TT എടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ TT എടുത്തിട്ട് ഏതാണ്ട് 4 കൊല്ലത്തോളം അടുപ്പിച്ചായി. അങ്ങനെയാണ് ചെറിയൊരു മുറിവ് വന്നപ്പോൾ എനിക്ക് പഴുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ പോകും വഴി തന്നെ നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. കാപ്പി കുടിക്കാൻ കയറിയ സ്ഥലം എന്ന് പറയുന്നത് ചെറിയൊരു കടയാണ് കേട്ടോ, ഒരു വഴിയോര കടയാണ്. വലിയ രീതിയിൽ പുറമേ നോക്കുമ്പോൾ വലിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കടയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ധന്യയ്ക്കും എനിക്കും നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇവിടെ കൊള്ളാമോ അല്ലെങ്കിൽ ഫുഡ് നന്നായിരിക്കുമോ എന്നൊക്കെ ഉള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ദോശയും പപ്പടവും പിന്നെ വട ഉണ്ടായിരുന്നു, പക്ഷെ വട നമ്മൾ ചെന്ന സമയത്ത് ആയിട്ടില്ല. പിന്നെ സാമ്പാർ ചമ്മന്തി ആയിരുന്നു. ഞാൻ ചമ്മന്തി വാങ്ങിച്ചിട്ടില്ല, സാമ്പാർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കണ്ണെണ്ണ നേരത്തെ ഈ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ കയറിയിട്ടുണ്ട് ചേട്ടൻ, അതുകൊണ്ട് നല്ല ഫുഡാണ് നമുക്ക് ഇവിടുന്ന് കഴിക്കാന്ന്. പിന്നെ നമ്മളിപ്പം ട്രിവാൻഡ്രത്ത് നിന്ന്, അതായത് വെമ്പായം, വട്ടപ്പാറ, വെഞ്ഞാറമൂട് ഈ റൂട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഹോട്ടലുകളില്ല. നമ്മൾ കുറേ നേരം, ഇതിന് മുമ്പും എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കാരണം കറക്റ്റ് നമ്മൾ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്കല്ലേ, ബ്ലോക്ക് അല്ലേ, ഇത്രയും ആൾക്കൂട്ടത്തിൽ ഇറങ്ങേണ്ട, കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി വണ്ടി പോകുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടൽ കാണുകയാണെങ്കിൽ നമുക്ക് നിർത്താം എന്ന് വിചാരിച്ച് നമ്മൾ മൂവ് ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ വെമ്പായം, വട്ടപ്പാറ, വെഞ്ഞാറമൂട് ഈ ഒരു ലൊക്കാലിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഹോട്ടലുകൾ കുറവാണ് കേട്ടോ. അങ്ങനെ ഞാൻ കാറിയിരുന്ന് പറയുകയും ചെയ്തു, ഈശ്വര ഒരു ഹോട്ടൽ പോലും ഇല്ലല്ലോ, നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വല്ല ഹോട്ടൽ ഫീൽഡോ അങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു, ഇവിടെ എവിടെയെങ്കിലും ഒരു ഷോപ്പ് എടുത്തിട്ടിരുന്നെങ്കിൽ നല്ല രീതിയിൽ മൂവിങ് ആയേനെ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനും ഏട്ടനുമായിട്ട് വരുമ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് കഴിക്കാതെ വേറെ കുറച്ചുകൂടെ മാറി നിന്നിട്ട് നല്ല ഹോട്ടൽ കാണുമെന്ന് വിചാരിക്കും, പക്ഷേ ഹോട്ടലൊന്നും കാണത്തില്ല. പിന്നെ ഒരു ചായ ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. ദോശയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ചായ ഓർഡർ ചെയ്തത്. അപ്പോഴാണ് ഇനി ദോശയൊന്നും കഴിച്ചിട്ട് എനിക്കങ്ങ് ബോധം വീണില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വെളിവ് വീഴുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചായ വാങ്ങിച്ചു കുടിച്ചു.
അവരൊന്നും കഴിച്ചിട്ടില്ല. അല്ല, അവരൊന്നും ചായയോ കട്ടനോ അങ്ങനെയൊന്നും കഴിച്ചില്ല. അവർ നേരത്തെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് അവർ പിന്നെ ചായയൊന്നും വാങ്ങിച്ചിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് 6 7 ചായ കുടിച്ചുകൊണ്ടിരുന്ന ഞാനാണ് ഇപ്പൊ 2 ചായയിൽ വന്ന് നിൽക്കുന്നത്. ഒരു ചായ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. കാരണം വൈകുന്നേരം 4 5 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് ഒരു ചായ കുടിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ വരാറുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അഡിക്റ്റഡ് തന്നെയാണ് ചായ എന്ന് പറയുന്ന കാര്യം. തേയില എന്ന് പറയുന്നത് അഡിക്റ്റ് ആക്കും മനുഷ്യന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ വന്നത് പാർലറിലോട്ടാണ്. അവളെ പാർലറിലോട്ടും പോയി. പക്ഷേ നമ്മൾ പാർലറിൽ വന്നിട്ട് വീണ്ടും കാറി കയറിയ സീൻ എന്താണെന്ന് നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്കൊരു 1 മണിക്കൂർ മുമ്പ് ഒരു സാരി ഡ്രൈപ്പിങ്ങിന് വിളിച്ചു പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ പാർലറിൽ എത്തി നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പൊ ഇത് ബ്രൈഡിന് വേണ്ടിയിട്ടാണ്. ബ്രൈഡിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ സാരി മാറുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും തൊട്ടടുത്താണ്. അപ്പം പാർലറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 1 അവറിലത്തേക്കാണ് പോയിട്ട് പെട്ടെന്ന് വരാമെന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങി. അവിടെ ചെന്നതും അവിടെ കല്യാണത്തിന്റെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നടക്കായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയത്. സാരി കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് റീപ്ലീറ്റ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ സാരി അത്രയും അവിടെ നമ്മൾ നോക്കി, സാരി കിട്ടിയില്ല. പിന്നെ അവസാനം കല്യാണ പെണ്ണിന്റെ അമ്മയാണെന്ന് തോന്നുന്നു വന്ന് അലമാരയ്ക്കകത്തുനിന്ന് സാരി എടുത്ത് തന്നപ്പോഴാണ് മനസ്സിലായത് അത് അതിനകത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സാരി പ്രീപ്ലീറ്റ് എടുത്തു. സാരി ഉടുപ്പിക്കാൻ ഒരു 10 മിനിറ്റേ എടുത്തു. സാരി പെട്ടെന്ന് ഒതുങ്ങുന്ന ടൈപ്പിലുള്ള സാരി ആയിരുന്നു. നമുക്കൊരു 10 മിനിറ്റ് എടുത്തോളൂ. പിന്നെ പോരാത്തതിന് പറയുകയാണെങ്കിൽ ആ സാരിയുടെ ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രീതിയിൽ ആ കുട്ടിക്ക് ചേരുന്നുണ്ടായിരുന്നു. ആ ഒരു കുട്ടിയുടെ അല്ല, ആ ഒരു സ്കിൻ ടോണിന്റെ കളർ വെച്ചിട്ട് എല്ലാ സാരിയും ചേരും. പക്ഷേ ഇത് നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നല്ല നല്ല ലുക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാർലറിലെത്തി. ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. അങ്ങനെ അമ്മയും ഞാനും കുഞ്ഞും കൂടി നമ്മളെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നു. എൻ്റെ പാർലറിന്റെ തൊട്ടടുത്ത്, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന പാർലറിന്റെ തൊട്ടടുത്താണ് നമ്മുടെ തിയേറ്റർ കേട്ടോ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് അപ്പുറത്തോട്ട് ഇറങ്ങിയതേ ചെയ്തിട്ടുള്ളൂ. മോനും അമ്മയും വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങോട്ട് പറയും നമുക്ക് കാണാൻ പോയാലാന്ന്. അപ്പൊ പിന്നെ എനിക്ക് കണ്ടോളാൻ വയ്യാതെ ആയിപ്പോയി കേട്ടോ. പോയി കണ്ടു. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എണീറ്റ ഞാനാണ്. അപ്പൊ വൈകുന്നേരം 6:30 മണിക്കുള്ള ഷോയ്ക്ക് കയറിയിട്ട് 9 മണിക്കാണ് ഇറങ്ങിയത്. 2-2.5 മണിക്കൂറത്തോളം എനിക്ക് അത്രയും ഒരു റിലാക്സ് കിട്ടിയെന്ന് വേണം പറയാൻ. അത്രത്തോളം മൈൻഡും അങ്ങ് റിലാക്സ് ആയി, എൻ്റെ ബോഡിയും അങ്ങ് റിലാക്സ് ആയി എന്ന് വേണം പറയാൻ. നല്ല സിനിമയാണ്. ബാക്കിയുള്ള രംഗങ്ങളെക്കാളും എനിക്ക് ക്ലൈമാക്സ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ക്ലൈമാക്സ് പ്രതീക്ഷിക്കുന്ന കണക്കല്ല നടക്കുന്നത്. അല്ല, അടിപൊളി സിനിമയായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.